കിഴക്കൻ ലഡാക്കിൽ ചൈന പുതിയ ഗ്രാമങ്ങൾ നിർമ്മിച്ചതായി ന്യൂയോർക്ക് ടൈംസ്. നേരത്തെ സംഘർഷമുണ്ടായ പ്രദേശത്തു നിന്നും 3 മൈൽ അകലെയാണ് ഈ ഗ്രാമം നിർമ്മിച്ചിരിക്കുന്നത്. മറ്റ് ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് അവിടേക്ക് മാറാൻ ജനങ്ങൾക്ക് പണം കൊടുത്തുവെന്നും ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ബൽറാം നെടുങ്ങാടി ഈ ഷോക്കിംഗ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഭൂമികൾ ചുരണ്ടിയെടുക്കുക, അയൽരാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ ലംഘിക്കുക, ഇതൊക്കെ ചൈന കുറച്ച് കാലമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചൈനയുടെ വിദേശ നയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ട്? SKN ചൈന ഇന്ത്യയുമായി നേരത്തെ ഈ അതിർത്തി സംഘർഷമുണ്ടായിരുന്ന കിഴക്കൻ ലഡാക്ക്, ഒപ്പം തന്നെ അരുണാചൽ പ്രദേശിലെ ഡോക്ലാം എന്നീ പ്രദേശങ്ങളിൽ അടക്കം അതിർത്തികളോട് ചേർന്ന് ചൈനീസ് പ്രദേശത്ത് പുതിയ ഗ്രാമങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഉപഗ്രഹ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട്. ഈ ഗ്രാമങ്ങളിലേക്ക് മറ്റ് ഇടങ്ങളിൽ നിന്നും ആളുകളെ പണം കൊടുത്ത് ഇവിടെ താമസിപ്പിച്ചിരിക്കുകയാണ് ചൈന എന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ആളുകളെ ഇപ്പോൾ താമസിപ്പിച്ചിരിക്കുന്ന പുതിയ ഗ്രാമങ്ങൾ എന്നുള്ളത് ജനവാസ യോഗ്യമായ പ്രദേശങ്ങളല്ല. അവിടെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ വഴികൾ വെട്ടി ഗ്രാമങ്ങൾ നിർമ്മിച്ച് നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെ ബോർഡർ ഗാർഡ്സ് എന്നാണ് ചൈനീസ് ഭരണകൂടം വിളിക്കുന്നത് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. സമാനമായി ഇന്ത്യയുമായി മാത്രമല്ല മറ്റ് രാജ്യങ്ങൾ, നേപ്പാൾ, ഭൂട്ടാൻ അടക്കമുള്ള രാജ്യങ്ങളുമായി അതിർത്തി സംഘർഷങ്ങൾ ഉള്ള, അതിർത്തി തർക്കങ്ങളുള്ള പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള ഗ്രാമങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ത്യയുമായി ചേർന്ന് മാത്രം 12ഓളം ഇത്തരത്തിലുള്ള ഗ്രാമങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് ഭാവിയിൽ ഇത്തരത്തിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ചൈനയുടെ വാദത്തിന് ശക്തി നൽകാനും കൂടുതൽ ഇത്തരത്തിൽ അതിർത്തി കടന്ന് കയറുന്നതിന് സഹായകമാകുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ശ്രമം ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ, ഈ ഉപഗ്രഹ ചിത്രങ്ങൾ അടക്കമുള്ള റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. SKN. ബൽറാം നെടുങ്ങാടി